Dear students, നമ്മുടെ അടുത്ത കെമിസ്ട്രി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചും അതിന്റെ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചും നമ്മൾ കണ്ടതാണ്. ഇനി ഈ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസിനെ ഒരു ക്രിസ്റ്റലിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. In solids, the constituent particles, that is atom, ion or molecule, they are arranged in fixed positions. The constituent particles are arranged at fixed positions, and these fixed points are called latticide or lattice point. Latticide or lattice point, അതായത് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അത് സ്ഥിതി ചെയ്യുന്ന ആ പൊസിഷനെ പറയുന്ന പേരാണ് ലാറ്റിസൈഡ്. അതായത് ക്ലാസ്സിലാണെങ്കിൽ ഓരോ കുട്ടികൾക്കും ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. അതേപോലെ സോളിഡിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസിനും ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. അതിന്റെ ആ ഫിക്സഡ് പൊസിഷനെയാണ് നമ്മൾ പറയുന്നത് ലാറ്റിസൈഡ്. Then the next one, crystal lattice. Crystal lattice or space lattice or space lattice. The three-dimensional arrangement of constituent particles in space. അതായത് constituent particles ne three-dimensional വേയിലുള്ള അറേഞ്ച്മെന്റിനെയാണ് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. The three-dimensional arrangement of constituent particles in space. Then the next point, unit cell. Unit cell. The smallest repeating unit in the crystal lattice is called unit cell. The smallest repeating unit in the crystal lattice is called unit cell. അതായത് നമ്മളൊരു റൂബിക്സ് ക്യൂബ് എടുത്താൽ അതിലെ ഒരു ചെറിയ ക്യൂബ് കൺസിഡർ ചെയ്താൽ ഈ ചെറിയ ക്യൂബ് കമ്പൈൻ ചെയ്ത് ത്രീ ഡയമെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്ത്, അതായത് ഇതിനെ ചേർത്ത് വെച്ചാണ് ഈ റൂബിക്സ് ക്യൂബിന്റെ ഷേപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ ക്യൂബിനെ, അതായത് ഒരു ചെറിയ ക്യൂബിനെ ഇവിടെ യൂണിറ്റ് സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചേർത്ത് വെച്ച് ത്രീ ഡയമെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ റൂബിക്സ് ക്യൂബ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ റൂബിക്സ് ക്യൂബ് ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. യൂണിറ്റ് സെല്ലായിട്ട് വരുന്നത് ഒരു ചെറിയ ക്യൂബ്. അതേപോലെ നമ്മളൊരു ബിൽഡിംഗ് എടുത്താൽ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഒന്നുകിൽ ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ല് കൊണ്ടാണ്. അപ്പോൾ ഈ ഇഷ്ടികകൾ പരസ്പരം ചേർത്ത് വെച്ച് ത്രീ ഡയമെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ബിൽഡിംഗിന്റെ ഷേപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വരുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്, ദാറ്റ് ഈസ് ദി ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ഓർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ്? അതിലെ ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ലാണ്. അതിലെ ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് വരുന്നത് ആ ബിൽഡിംഗ് ആണ്. അതിനെ ത്രീ ഡയമെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ബിൽഡിംഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് സെല്ലും ക്രിസ്റ്റൽ ലാറ്റിസും എന്താണെന്ന് ക്ലിയർ ആയിരുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും എക്സാമിന് ചോദിച്ചതാണ്. ഇനി അടുത്തത്, here the unit cell, it is broadly classified into two types, that is primitive unit cell and centered unit cell. And here the first one, primitive unit cell. And the second one, centered unit cell. And here the first one, primitive unit cell. അതായത് നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്താൽ ഈ ക്യൂബിന് എത്ര കോർണർ ആണുള്ളത്? 8 കോർണർ ആണ്. അതായത് 1, 2, 3, 4, 5, 6,
7, 8. 8 corner ആണുള്ളത്. Then the constituent particle, it is occupied only at the 8 corners of the cube. In a crystal, the constituent particles are arranged only at the 8 corners of the cube. Then it is called primitive unit cell. ഒരു ക്യൂബിന്റെ 8 കോർണറിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സെല്ലിനെ, യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ പറയാം primitive unit cell. The constituent particles, they are arranged only at the 8 corners of the cube. ഇതിന്റെ 8 കോർണറിലും constituent particles ne arrange ചെയ്യുന്നു. Only at the 8 corners of the cube. മനസ്സിലായല്ലോ? Then the next one, centered unit cell. ഇനി ഈ centered unit cellനെ മെയിൻ ആയിട്ടും 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. That is body centered, face centered and end centered unit cell. That is body centered, face centered and end centered unit cell. And here the first one, body centered unit cell. And here in this case the particles are arranged at the 8 corners of the cube and one at the center of the cube. അതായത് ഒരു ക്യൂബിന്റെ 8 കോർണറിലും ഓരോ പാർട്ടിക്കിൾ വീതം, കൂടാതെ ഒരു പാർട്ടിക്കിൾ ആ ക്യൂബിന്റെ സെൻട്രലായിട്ട്, അതായത് ആ ക്യൂബിന്റെ നടുക്കായിട്ട്, അതിന്റെ ഉള്ളിൽ നടുക്കായിട്ട് ഒരു പാർട്ടിക്കിൾ കൂടി. That means the particles are at the 8 corners of the cube and one at the center of the cube. ഇതിനെയാണ് നമ്മൾ പറയാ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. മനസ്സിലായല്ലോ? ഇനി അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ the particle at the center of the cube. Then the next one, face centered unit cell. അതായത് here the particles are arranged at the 8 corners of the cube and at the face centers. ഒരു ക്യൂബ് കൺസിഡർ ചെയ്താൽ അതിന് എത്ര ഫേസ് ആണുള്ളത്? 6 ഫേസ് ആണ്. 1, 2, 3, 4, 5, 6 ഫേസ്. അപ്പോൾ 8 കോർണറിലും കൂടാതെ ഈ 6 ഫേസിന്റെ സെന്ററിലും ഓരോ പാർട്ടിക്കിൾ വീതം. അതിനെയാണ് പറയാ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. The particles are at the 8 corners of the cube and at the 6 face centers. 6 face centers. അതായത് നമ്മൾ 2 dimensional way represent ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് വരിക. Then the third type, end centered unit cell. And here in this case, here also the particles are at the 8 corners of the cube and the center of any 2 opposite faces of the cube. അതായത് ഏതെങ്കിലും 2 opposite faces, അതായത് ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഫേസസ് ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഫേസസ് ആണ്, these two, they are opposite faces. അപ്പോൾ ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ, that is the particles are at the 8 corners and the center of any 2 opposite faces of the cube. അതിനെയാണ് പറയാ end centered unit cell. അതായത് അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കോർണറിലും കൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും, മുകളിലും താഴെയായിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ? Then the next one, there is Bravais lattice. There are 14 possible crystal lattice. അതായത്
14 തരത്തിലുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. These 14 types of crystal lattice is called Bravais lattice. The 14 types of crystal lattice is called Bravais lattice. ഇനി അതിനെ വീണ്ടും ചുരുക്കി 7 ആക്കി തരംതിരിച്ചിരിക്കുന്നു. That is, the different crystal systems, there are 7 types. The 7 important crystal systems. 7 important crystal system. ഇനി ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ഓർഡർ പഠിക്കുന്നതിന് നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. അതായത് CT, OT and MT. CT, OT, HMT. ഈ രീതിയിൽ തന്നെ പറഞ്ഞു പഠിക്കുക. CT, OT, HMT. ഇനി and here we see for cubic, then T tetragonal, O orthorhombic, T trigonal, then H hexagonal, then M monoclinic, then T triclinic. And here these 7 crystal system, it is based on 6 parameters. That is, the edge length and the axial angle between them. അതായത് നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്താൽ ആ ക്യൂബിന് എത്ര എഡ്ജസ് ആണുള്ളത്? 12. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എഡ്ജസ് ആണുള്ളത്. ഇനി ഇവിടെ നമ്മൾ കണ്ടു 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം. അതിനെ കണ്ടു ബ്രാവിസ് ലാറ്റിസ് 14 തരത്തിൽ. അതിനെ ചുരുക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 തരം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ എഡ്ജ് ലെങ്തിനെയും ആക്സൽ ആംഗിളെയും ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് here the edge length and here the length A, breadth B and height C. That is, here A stands for the length and B the breadth and C height. അതായത് 3 എഡ്ജ് ലെങ്ത് കൺസിഡർ ചെയ്യാണ് ABC. Then the angle between them, നമുക്കതിനെ A, then B, C, edge length. Then the angle between them, alpha, beta, gamma. Alpha, beta, gamma. Alpha, beta, gamma. There is A, B, C are the edge length. Alpha, beta, gamma are the axial angle between them. That is the angle between B and C. B and C, that is alpha. And the angle between A and C, that is beta. And the angle between A and B, that is gamma. അപ്പോൾ here depends upon these 6 parameters. The crystal systems, they are classified into 7 types. The crystal can be of 7 types. That is cubic, tetragonal, orthorhombic, trigonal, hexagonal, monoclinic, triclinic. ഇനി ഈ ഓരോ ക്രിസ്റ്റലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഇനി നോക്കാം. The 7 crystal systems, cubic, tetragonal, orthorhombic, trigonal or rhombohedral,
ഹെക്സഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇനി ഇതിന്റെ ആക്സിയൽ ഡിസ്റ്റൻസും അതായത് എഡ്ജ് ലെങ്ത്, ആക്സിയൽ ആംഗിളും എക്സാമ്പിൾസും നോക്കാം. ഇൻ ക്യൂബിക് സിസ്റ്റം A is equal to B is equal to C. Then alpha, beta, gamma that is equal to 90 degree. Example, sodium chloride, zinc blend, copper. In cubic system, the edge length and axial angles are equal. അതായത് ആക്സിയൽ ഡിസ്റ്റൻസ് എയും ബിയും സിയും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒരേപോലെ ആയിരിക്കും. അതേപോലെ ദി ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ മൂന്നും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സിസ്റ്റം ടെട്രഗണൽ, എ ഈസ് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എയും ബിയും ഈക്വൽ ആണ്, എന്നാൽ ദറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സി. എന്നാൽ ആൽഫ, ബീറ്റ, ഗാമ ആദ്യത്തെ പോലെ തന്നെ മൂന്നിന്റെയും വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ, വൈറ്റ് ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, then calcium sulfate. Then third one, orthorhombic, A not equal to B not equal to C. എന്നാൽ ആൽഫ, ബീറ്റ, ഗാമ ആദ്യത്തേതുപോലെ തന്നെ 90 ഡിഗ്രി. എക്സാമ്പിൾ, റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. അടുത്തത് ട്രൈഗണൽ ഓർ റോംബോഹിഡ്രൽ. A is equal to B is equal to C. Alpha is equal to beta is equal to gamma not equal to 90 degree. എയും ബിയും സിയും ഈക്വൽ ആണ്, ആൽഫ, ബീറ്റ, ഗാമ ഈക്വൽ ആണ്, പക്ഷെ അത് 90 ഡിഗ്രി അല്ല. അതിന് എക്സാമ്പിൾ ആണ് കാൽസൈഡ്, കാൽസ്യം കാർബണേറ്റ്, മെർക്കുറിക് സൾഫൈഡ്. Then next one, hexagonal. A is equal to B not equal to C. Then alpha is equal to beta 90 degree, but gamma is equal to 120 degree. Example, graphite. നമുക്കറിയാം ഹെക്സഗണൽ ലെയർ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ്. അപ്പോൾ അത് ഏതിനാണ്? ഗ്രാഫൈറ്റ്. Then another example, zinc oxide and cadmium sulfide. The next one, monoclinic. Here A not equal to B not equal to C. എയും ബിയും സിയും ഈക്വൽ അല്ല. But alpha is equal to gamma is equal to 90 degree, beta not equal to 90 degree. ആൽഫയും ഗാമയും 90 ഡിഗ്രി ആണ്, എന്നാൽ ബീറ്റ 90 ഡിഗ്രി അല്ല. എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ പഠിക്കാൻ എളുപ്പമാണ്. മോണോക്ലിനിക് സിസ്റ്റം ആണെങ്കിൽ എക്സാമ്പിൾ മോണോക്ലിനിക് സൾഫർ. Then Na2SO4 10H2O. The last one, triclinic. A is equal to B A is not equal to B not equal to C. Then alpha not equal to beta not equal to gamma not equal to 90 degree. അതായത് എയും ബിയും സിയും ഈക്വൽ അല്ല. അതേപോലെ ആൽഫ, ബീറ്റ, ഗാമ മൂന്നും 90 ഡിഗ്രി അല്ല, മൂന്നും ഈക്വലും അല്ല. എക്സാമ്പിൾ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ്, then H3BO3 that is boric acid. ഇനി നമ്മളിവിടെ 7 ക്രിസ്റ്റൽ സിസ്റ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇത് ഞാൻ പറഞ്ഞ ഓർഡറിൽ, അതായത് CT, OT, HMT ആ ഓർഡറിൽ പഠിക്കുക. അതിൻ്റെ ബാക്കി, അതായത് ആക്സിയൽ ഡിസ്റ്റൻസും ആക്സിയൽ ആംഗിളും ഈ തരത്തിലാണ് പഠിക്കുന്നതെങ്കിൽ എളുപ്പമാണ്. അതായത് നമ്മൾ ആദ്യത്തെ സിസ്റ്റം നോക്കിയാൽ എയും ബിയും സിയും ഈക്വൽ ആണ്. രണ്ടാമത്തേതിൽ എ ഈസ് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അടുത്ത് വന്നാൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇതേ ഫോം തന്നെ റിപ്പീറ്റ് ചെയ്താണ് അടുത്ത മൂന്നെണ്ണം മോണോക്ലിനിക് വരെ.
ഇനി ലാസ്റ്റ് വൺ അവിടെ നിൽക്കട്ടെ. അടുത്ത നോക്കിയാൽ ആക്സിൽ ആംഗിൾ ആദ്യത്തെ 3 എണ്ണത്തിനും ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രിയാണ്. എന്നാൽ ട്രൈഗണൽ നാലാമത്തേതിന് ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓർക്കാൻ എളുപ്പമാണ്. ഇനി ഹെക്സഗണൽ ആണെങ്കിൽ ആൽഫ ബീറ്റ 90 ഡിഗ്രി, ഗാമ 120 ഡിഗ്രി. അതേപോലെ മോണോക്ലിനിക് ആൽഫ ഗാമ 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആ ഹെക്സഗണലും മോണോക്ലിനിക്കുമാണ് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി ലാസ്റ്റ് വൺ നോക്കുക, അതായത് ട്രൈക്ലിനിക്. നമ്മൾ നോക്കിയാൽ കാണാം ആദ്യത്തെ ക്യൂബിക് സിസ്റ്റവും ട്രൈക്ലിനിക്കും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ എയും ബിയും സിയും ഈക്വൽ ആണ്, ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ്. That means it is a symmetrical system. But in the case of triclinic, it is most unsymmetrical. അതായത് A not equal to B not equal to C. അതേപോലെ ആൽഫ not equal to beta not equal to gamma not equal to 90 degree. അപ്പോൾ പഠിക്കുന്നതിനുള്ള എളുപ്പവഴികൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. സ്ട്രക്ചർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇതിൽ ഏത് ഷേപ്പാണ് മാച്ച് ബോക്സിനുള്ളത്? എക്സാമിന് പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ഷേപ്പാണ് മാച്ച് ബോക്സിനുള്ളത്? ഏതായിരിക്കും? ഓർത്തോറോംബിക്. അത് ഓർക്കണം, മറക്കരുത്. ഓർത്തോറോംബിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.